നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇന്ദ്രേട്ടൻ അവൻ തിരിച്ചുപോയി. എല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ വന്നതായിരുന്നു. ചീറ്റിപ്പോയി. സോന സത്യനെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായനെ അവസ്ഥ? ഏട്ടൻ അവിടെ വന്ന് വഴക്കിടാതിരിക്കാനോ ഞാൻ ഏട്ടത്തിയെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ ഏട്ടനെ പേടിച്ചിട്ടൊന്നും അല്ല. ഇവിടെ വെച്ച് ഏട്ടൻ ഏട്ടത്തിയെ വിളിച്ചുണർത്തി ചോദ്യം ചെയ്തിരുന്നെങ്കിലേ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞേനെ. പക്ഷെ ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടി ഏട്ടനോട് സംസാരിക്കാൻ നിനക്ക് പരിമിതികളുണ്ട് സത്യ. അതുകൊണ്ട് ഇനി കുറച്ചു നാളത്തേക്ക് അനുപമ എങ്ങും പോകാതിരിക്കുന്നതാ നല്ലത്. അതെ സത്യ, എനിക്ക് ഇന്ദ്രേട്ടനെ പേടിയാ. ആരെയും എന്തും ചെയ്യാനും എന്തും പറയാനും മടിക്കാത്ത സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇന്ദ്രേട്ടൻ. വെറുതെ എന്തിനാ ഞാൻ കാരണം മറ്റുള്ളവരും കൂടി ഇന്ദ്രേട്ടന്റെ ശത്രുത സമ്പാദിക്കുന്നത്? എന്നുവെച്ച് ഏട്ടൻ ഇങ്ങനെ മോശമായ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വകവച്ചു കൊടുക്കാൻ പറ്റുമോ എടുത്തി? ഏട്ടന്റെ ഈ പോക്കിന് തടയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. എല്ലാത്തിനും കാരണം നിന്റെ അമ്മ തന്നെയാ സത്യ. അവൾ ഒരുത്തിയ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. എന്നവള് വീണ്ടും ആ ഹർഷയെ കൂട്ടുപിടിച്ചോ അതിനുശേഷമാ ഇന്ദ്രന്റെ ഈ മാറ്റം. അല്ല, സോന ഇതൊക്കെ കണ്ടിട്ടും അവൾ എന്താ അതിനെ എതിർക്കാത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. സോന രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാ വൈകിട്ടല്ലേ ഭാനുമ്മ വരൂ. ഹർഷയും അമ്മയും തമ്മിലുള്ള ഇടപാടൊന്നും സോന അറിയണമെന്നില്ല. അത് എടുത്തി പറഞ്ഞു ശരിയാ. സോനയ്ക്കിപ്പോ നേരായ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടല്ലേ വിനയൻ ഒറ്റ കാര്യം അവൾ ഉടനെ നമ്മളെ വിളിച്ചു പറഞ്ഞത്. അവനൊരു കുഴിത്തുരുമ്പാണല്ലോ സത്യ. പാവം ചിലങ്കമോള്. അവനെപ്പോലെ ഒരുത്തനെ എങ്ങനെയാ സഹിച്ചു മുന്നോട്ട് പോകുന്നത്? തലയിലെടുത്ത് മായ്ച്ചാ മായില്ലല്ലോ. എന്തായാലും വിനയനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാ ഞാനിത് ചോദിച്ചിരിക്കും. കുശുമ്പും കുന്നായ്മയൊന്നും ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ലെന്ന് അവന്റെ മുഖത്തു നോക്കി ഞാൻ പറയും. വിനയൻ ഇന്നുണ്ടാക്കിയ കുത്തിത്തിരിപ്പിനുള്ള ശിക്ഷ മിക്കവാറും ഇന്ന് ഇന്ദ്രേട്ടൻ തന്നെ കൊടുത്തോളൂ. ഈ രാത്രിയിൽ ഇത്രയും ദൂരം ഓടിച്ചതിന് ഇന്ദ്രേട്ടൻ എന്തായാലും അവനെ ചുമ്മാ വിടില്ല. അതുറപ്പാ. ഹലോ, എന്തായി ഇന്ദ്ര? അനുപമയെ രഘുവിന്റെ വീട്ടിൽ നിന്ന് കയ്യോടെ പൊക്കിയോ? നിനക്കത് എന്തിന്റെ സൂക്കേടാ? തലയ്ക്ക് വെളിവില്ലെങ്കിൽ വല്ല ഡോക്ടറെയും പോയി കാണണം. അല്ലാതെ നിന്റെ വെളിവുകേട് ബാക്കിയുള്ളവരോട് കാണിക്കല്ല വേണ്ടത്. നിന്റെ വാക്ക് കേട്ട് ഞാൻ രഘുവിന്റെ വീട്ടിൽ പോയി നാണം കിട്ടും. അനുവും മോനും സുഖമായിട്ട് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട് ഇന്ദ്ര. അനു രഘുവിന്റെ വീട്ടിലുണ്ടെന്നുള്ള വിവരം ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞ കാര്യം ആരോ അവിടെ ചോർത്തി കൊടുത്തിട്ടുണ്ട്. നീ രഘുവിന്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അനുപമയും കുഞ്ഞിനെയും അവിടെ നിന്ന് നിന്റെ വീട്ടിലേക്ക് മാറ്റിയതായിരിക്കും ഇന്ദ്ര. ആരും ചോർത്തിയിട്ടൊന്നുമില്ല, ആരും മാറ്റിയിട്ടുമില്ല. നിന്നെ പോലെ എല്ലാവരും ഒളിഞ്ഞു കേൾക്കാനും ഒറ്റ കൊടുക്കാനും നിൽക്കല്ലേ. മേലാൽ ഇതുപോലെ കുനിഷ്ട പരിപാടികളാവട്ടെ എന്നെ വിളിച്ചാണല്ലോ. ബാക്കി ഞാൻ അപ്പ പറയാം കേട്ടാ. ഹലോ ഹലോ ഇന്ദ്ര,
എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നിന്നെ പോലെ ഫോണിൽ രഹസ്യം പറഞ്ഞൊന്നുമല്ല ഇന്ദ്രനാ വിളിച്ചത്. അത് മനസ്സിലായി. നിങ്ങൾ രഹസ്യങ്ങളേ ഇല്ലാത്ത വ്യക്തിയാണല്ലോ. പക്ഷെ കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നവനെ മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ കഴിയില്ല. അപ്പോ നിനക്കും നിന്റെ അനുചേച്ചിക്കൊക്കെ ഭർത്താവിനെ പറഞ്ഞ് പറ്റിക്കാം അല്ലേ? സ്വന്തം കുടുംബമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് അനുപമ ഇന്ദ്രന് സത്യം ചെയ്ത് കൊടുത്തതുകൊണ്ടാ അവൻ നിന്റെ അച്ഛനെ വീട് വിൽക്കാൻ അനുവാദം കൊടുത്തത്. എന്നിട്ട് ദേ അനുപമ വീണ്ടും രഘുവിന്റെ വീട്ടിലേക്ക് പോയി. അവള് ഇന്ദ്രനോട് കാണിച്ച ചതിയല്ലടി അല്ലേ? നിന്റെ അച്ഛനും സഹോദരിമാരും രഘുവും എല്ലാരും അതിന് കൂട്ടുന്നതും ശരിയാണോ? അച്ഛൻ മകളെ കാണുന്നതും അച്ഛനെ കാണുന്നതും ചതിയാണെന്ന് നിങ്ങളെ പോലുള്ളവരെ പറയൂ. പക്ഷെ നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും എന്ത് ചെയ്താലും അനന്തമാഷിനെയും മക്കളെയും തമ്മിൽ ഒരിക്കലും പിരിക്കാൻ കഴിയില്ല. അങ്ങനെ പിരിയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെയൊക്കെ മരണത്തിന് ശേഷമായിരിക്കും. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒളിച്ചുകളിയൊക്കെ? സ്വന്തം കുടുംബത്തെ മറന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് അനുപമയ്ക്ക് ഇന്ദ്രന്റെ മുഖത്ത് നോക്കി പറഞ്ഞൂടെ? അവൾ എന്തിനാ ഇന്ദ്രൻ രഘുവിന്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് ചാടിപ്പോയത്? അതിനെ അനുചേച്ചി രഘുവേട്ടന്റെ വീട്ടിലുണ്ടെന്ന് ആര് പറഞ്ഞു? ഞാനാ ഇന്ദ്രനെ വിളിച്ചു പറഞ്ഞത്. ഓ, ഞാൻ കേട്ടതല്ലേ നീ അനുപമയായിട്ട് സംസാരിക്കുന്നത്. അവൾ അപ്പം രഘുവിന്റെ വീട്ടിലാണെന്ന് നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എങ്കി ഒറ്റക്കാരനായ എന്റെ ഭർത്താവിന് തെറ്റി. എന്നോട് ഫോണിൽ സംസാരിച്ചതേ അമ്പിളി ചേച്ചിയും ദയയും മഞ്ചാടിയും മാത്രം. ആ, നിങ്ങൾ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഞാൻ അനുചേച്ചിയോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അനുചേച്ചി ഇന്ദ്രേട്ടന് വാക്ക് കൊടുത്തെന്നുള്ളത് ശരിയാ. പക്ഷെ ചേച്ചിക്ക് അച്ഛനെയും ഞങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നിയ ഇന്ദ്രേട്ടനോട് പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി ഞങ്ങളെയൊക്കെ വന്ന് കാണും. ഇന്ദ്രേട്ടൻ അതിന് സമ്മതിക്കുകയും ചെയ്യും. പിന്നെ അവൻ അത്രക്ക് മഹാനായിരുന്നെങ്കിൽ അനുപമ രഘുവിന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ ഉടനെ അവളെ കൈയോടെ പിടിക്കാൻ വേണ്ടി ഓടി വരുമായിരുന്നോടി. അനുപമ തൽക്കാലം രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഇന്ദ്രൻ അവളെ കൈയോടെ പിടിച്ച് താമസിയാതെ തന്നെ ഡിവോഴ്സ് ചെയ്യും. നോയിക്കോ. മാറിക്കടി. തൽക്കാലം അനുചേച്ചി രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ഇയാള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇന്ദ്രേട്ടന്റെ പോക്ക് എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളതുപോലെ തോന്നും.